ഹായ്, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. അതെ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഡോൾഗോണ കോഫി. അങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കോഫി ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ 1:1:1 റേഷ്യോയിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഷുഗർ, ഹോട്ട് വാട്ടർ ഇവ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 2 സ്പൂൺ, അതേ സ്പൂണിന് തന്നെ ഷുഗർ എടുത്തിട്ടുണ്ട് 2 സ്പൂണ്. പിന്നെ 2 ടീസ്പൂൺ ആണെങ്കിൽ ഹോട്ട് വാട്ടറും എടുത്തത്. ഇതിൽ വാം വാട്ടർ തന്നെ യൂസ് ചെയ്യണം. ഇത്രയുമാണ് എടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ എത്ര അളവിന് എടുക്കുന്നോ അത് എല്ലാം ഈക്വലായിട്ട് എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായൊരു റെസിപ്പിയോ കോഫിയോ ഒന്നും അല്ല, നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മളിപ്പം എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ആരോ ഉണ്ടാക്കിയത് എടുത്തു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടു, അങ്ങനെ ഭയങ്കര ഫേമസ് ആയി വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് എന്താ പറയുക, നല്ലൊരു കോഫി ലവർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും അളവിൽ നമ്മൾ കോഫിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൈപ്പുരസം മുൻപോട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ കൈ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചും ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആ കോഫിയുടെ ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വരുന്നതെന്ന് തോന്നിയിട്ടുള്ളത് കൈ കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ്. ഞാനിത് 2 രീതിയിലും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൈ കൊണ്ടുള്ളതാണ്. എല്ലാവരുടെ കയ്യിലും ബീറ്ററൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കോഫി ഉണ്ടാക്കണ്ടേ അല്ലാത്തവർക്ക്. ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യാതെ ഒരു നിവർത്തിയില്ല. കാരണം ഒരു 20 മിനിറ്റെങ്കിലും നല്ലപോലെ ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പം കൈ വേദനിക്കും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിത് എല്ലാവരുടെ കയ്യിലും ഇല്ലാത്തത് കൊണ്ട് കൈകൊണ്ട് ബീറ്റ് ചെയ്തൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കിട്ടുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കോഫിയുടെ നല്ലൊരു മണമാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇത് കോഫി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാല് നല്ലപോലെ ചൂടാക്കി തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ. ചിൽഡ് മിൽക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വാം മിൽക്കിൽ ഞാൻ അത്ര ഉണ്ടാക്കി നോക്കിയിട്ടില്ല. വാം മിൽക്ക് ഉണ്ടാക്കിയ ശേഷം ഞാൻ അതിൻ്റെ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും. ഇതിന് നമുക്ക് ചിൽഡ് മിൽക്കാണ് വേണ്ടത്. ചിൽഡ് മിൽക്ക് എന്താ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് ആറിയ പാല് കയ്യിലുണ്ടാവില്ല. അപ്പം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് പാലൊഴിച്ചാലും മതി. എന്താണെങ്കിലും ഇത് ചിൽഡ് മിൽക്കിലാണ് ഈ കോഫിയുടെ ടേസ്റ്റ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വാം മിൽക്കിൽ ഉണ്ടാക്കാമായിരിക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം ഞാനിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ സ്പീഡപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന മാത്രം കാണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്താണെങ്കിലും വൺസിൻ്റെ വയൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഫിയാണിത്. എന്നും നമ്മൾ കുടിക്കുന്ന കോഫിയിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് തോന്നും. പിന്നെ എനിക്കൊന്ന് ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ കാണാനുള്ള ഭംഗി കൊണ്ടാണ് മിക്കവരും ട്രൈ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഏകദേശം ഒന്നും ആയിട്ടില്ല, ഒരു 50% ആയിട്ടുള്ളൂ. ഇനിയും ബീറ്റ് ചെയ്യണം നല്ലതുപോലെ. ുമ്പോൾ കാണുന്നുണ്ട്, നമ്മൾ ആദ്യം ഒരു ബ്രൗൺ കളറല്ലായിരുന്നു, അത് ബീറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ എന്താ പറയുക, ഒരു വൈറ്റിഷ് ബ്രൗൺ ആയിട്ട് മാറിയിട്ടുണ്ട്. കോഫിയുടെ ടെക്സ്ചർ തന്നെ മാറി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. ഇനിയും നല്ലപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസമാണ് ചെയ്തെടുക്കാൻ. പക്ഷേ എന്നാലും ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത്, ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു ഫോം തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ക്യാപ്പച്ചീനോക്ക് ഇത്രയും മെഷർമെൻറ്റിലല്ല എടുക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെയായിരിക്കും ഈ കോഫി വരിക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചിലപ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ട്. എന്താണെങ്കിലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിങ്ങനെ പാത്രം കമഴ്ത്തിയാലൊന്നും താഴേക്ക് വരില്ല. കേക്കിൻ്റെ ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴുള്ള അതേ കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി മതി, അല്ല തിക്കായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പാല് കാച്ചി തണുത്ത ശേഷം ഞാൻ അതോടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. പാലിൻ്റെ പാത്രമൊന്നും കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. അതോടെ ഞാനങ്ങ് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇതിപ്പോൾ രാത്രിയിലൊരു കോഫി കുടിക്കാനുള്ള താല്പര്യം കൊണ്ട് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
1/4 ഗ്ലാസ് ഏകദേശം, അതായത് മൊത്തം ഗ്ലാസ് ഫുള്ളായിട്ട് പാലൊഴിക്കരുത്, ഒരു 1/4 ഗ്ലാസ് നിൽക്കത്തക്ക രീതിയിൽ 80% നമ്മൾ ഗ്ലാസ്സിൽ പാലൊഴിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയി. ഈ പാലിൽ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാരണം ഈ കോഫിയുടെ മിക്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് 2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാലിൽ ഞാൻ ഓൾറെഡി 1 ടീസ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമാണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കോഫി മിക്സ്. അതപ്പോൾ സ്പൂണിൽ നിന്ന് വരാൻ പാടായതുകൊണ്ട് ഞാനൊരു വേറൊരു സ്പൂണിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത്. എന്നിട്ട് മുകളിൽ ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഞാൻ യൂട്യൂബിലാണ് എവിടെയാണെന്ന് ഓർക്കുന്നില്ല, തലതിരിഞ്ഞ കോഫി എന്നും ഒക്കെ പറഞ്ഞ് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഇതിന് ശരിക്കും കാണാനൊരു ഭംഗിയാണല്ലേ, കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിന് മുകളിലൊരല്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്ക് കൊടുക്കാം, കോഫിയുടെ ഫൈനൽ ലുക്ക്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് കഴിക്കുമ്പോഴാണെങ്കിൽ നല്ലോണം മിക്സ് ചെയ്ത് കഴിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ മുകളിലത് കോഫി മാത്രം വായിലോട്ട് വരുമ്പോൾ കയ്പ്പല്ലേ. അതുകൊണ്ട് ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോൾഡ് കോഫിയുടെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലാതെ വേറെ പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുന്നത്, എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളൊരു കോൾഡ് കോഫി, എന്നാൽ പക്ക കോൾഡ് കോഫി ആണെന്നും പറയാൻ പറ്റത്തില്ല, ഒരു കോൾഡ് കോഫിയുടെ ടേസ്റ്റായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആണല്ലോ, വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ once again, thank you for watching.